എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്, അതായത് CGL-ൻ്റെ 2024 ചോദിച്ച ഷിഫ്റ്റുകളിലെ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെപ്റ്റംബർ 9 നടന്ന ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻസാണ് നോക്കിയത് അല്ലേ. അപ്പോൾ അന്നേ ദിവസം തന്നെ നടന്ന ഷിഫ്റ്റ് 2-ലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇപ്രാവശ്യം നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഷിഫ്റ്റ് ഇപ്പോഴേ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോഴേ നോക്കണമെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, എപ്പോഴും നമുക്കൊരു എക്സാമിന് പോകുന്നതിന് മുന്നേ അവിടെ എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എന്തൊക്കെ ടോപ്പിക് എന്ന് ചോദിച്ചു ഒരു ഐഡിയ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വർഷത്തേക്കുള്ള ക്വസ്റ്റ്യൻസിനൊരു നോർമലി നമുക്ക് നോക്കുമ്പോൾ ഒരുവിധം എല്ലാം നമുക്ക് ഓൾമോസ്റ്റ് ഒരു 90% സെയിം ടോപ്പിക്സ് തന്നെയായിരിക്കും ചോദിക്കുക. ഒന്നോ രണ്ടോ ഷിഫ്റ്റുകളിൽ മാത്രമാണ് ടോപ്പിക്സുകൾ മാറി വരിക, ചില ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുക, അങ്ങനെയൊക്കെ വരുന്നത്. ചില ഇയേഴ്സ് നടക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ മുൻപ് കാലങ്ങളിലൊക്കെ ക്ലോക്കിലെ കലണ്ടറിലെ ക്വസ്റ്റനൊക്കെ സ്ഥിരം നമ്മൾ SSC എക്സാമിന് കാണുമെങ്കിലും ഇപ്പോൾ അങ്ങനെ അധികം കാണാറില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ, ചില കേസുകളിൽ ഡയറക്ഷൻ്റെ ക്വസ്റ്റൻ ഒന്നും കാണുന്നേയില്ല നമ്മൾ ചില ഷിഫ്റ്റുകളിൽ അല്ലേ. ചില ഷിഫ്റ്റുകളിൽ ഡയറക്ഷൻ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചില ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും, ചില ടോപ്പികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ ഓൾറെഡി എല്ലാ ടോപ്പിക്സും ക്ലാസ്സിൽ പറഞ്ഞു പോകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കൂടിയും ടോപ്പിക്സ് എന്തൊക്കെ വരുമെന്നൊരു ഐഡിയ നിങ്ങൾ ആദ്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ ടോപ്പിക്സ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക, അത് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ടോപ്പിക്സ് വരെ പഠിക്കാം. ഓക്കെ, എല്ലാ ടോപ്പിക്സും പഠിച്ച് തന്നെ പോകാൻ ശ്രമിക്കട്ടെ. ഏതാണ് ഇപ്പം നിങ്ങൾ കൗണ്ടിങ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ 2 വർഷത്തെ CGL CHSL എക്സാം ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ കൗണ്ടിങ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റൻ അങ്ങനെ സ്ഥിരമായിട്ട് ചോദിക്കുന്നില്ലായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ CGL നോക്കുകയാണെങ്കിൽ, അതായത് 2024 CGL നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുവിധമുള്ള എല്ലാ ഷിഫ്റ്റിനകത്തും കൗണ്ടിങ് ഫിഗേഴ്സിൻ്റെ ക്വസ്റ്റൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിരിച്ച് വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ അതങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പലപ്പോഴും പല ടോപ്പിക്കുകൾസ് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് എന്ത് ചെയ്യുന്നത് ഈ എക്സാമുകൾ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റൻ ആയിട്ട് നമ്മൾ നോക്കാൻ സമയം കളയുന്നില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ജസ്റ്റ് ആ ക്വസ്റ്റൻ ഒന്ന് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതിന് ശേഷം എക്സ്പ്ലനേഷൻ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാണ്. ഫസ്റ്റ് തന്നെ കൗണ്ടിങ് ഫിഗേഴ്സ് ആയിരുന്നു ആ ഷിഫ്റ്റിൽ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കുക, ഇതിനകത്ത് ഇപ്പം ഹൗ മെനി ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ദ ഗിവൺ ഫിഗർ എന്നാണ് പറയുന്നത്. ഈ കൗണ്ടിങ് ഫിഗേഴ്സിന് നമ്മൾ ക്ലാസ് പോവുമെങ്കിലും ഈ കൗണ്ടിങ് ഫിഗേഴ്സിൻ്റെ ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ആ മെത്തേഡും ഷോർട്ട് കട്ട് ഉപയോഗിക്കുന്ന ക്ലാസ്സുകളാണ്, അല്ലെങ്കിൽ ഫിഗേഴ്സ് ആണ് നമ്മൾ ക്ലാസ്സിൽ പോവുക. അതല്ലാണ്ട് വരുന്ന നമ്മൾ കൗണ്ട് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും കേട്ടോ. അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൗണ്ട് ചെയ്ത് തന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനൊരു ഫിഗർ നമ്മൾ അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നിന്ന് ട്രയാങ്കിൾ കൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ പറ്റും. നിങ്ങൾക്കൊന്ന് കൗണ്ട് ചെയ്താൽ മതി അല്ലേ. നിങ്ങൾ നോക്കുമ്പോൾ ഇതൊരു ട്രയാങ്കിളാണ് അല്ലേ, ഇതൊരു ട്രയാങ്കിളാണ്. അതുപോലെ തന്നെ ഈ ഒരു വലിയ ട്രയാങ്കിളുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ട്രയാങ്കിളായി. പിന്നെ അതുപോലെ മൂന്നാമത്തെ ട്രയാങ്കിൾ ഇത്, അതുപോലെ 4ാമത്തെ ട്രയാങ്കിൾ ഇത്. ഓക്കെ, 4 ട്രയാങ്കിൾസ് അവിടെ കിടപ്പുണ്ട്. വേറെ ട്രയാങ്കിൾസ് ഒന്നും ഇല്ല. ജസ്റ്റ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതേ ഉള്ളൂ. കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഫിഗേഴ്സ് ആണ്, നിങ്ങൾക്ക് അത്ര നോക്കിയിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, സ്കിപ്പ് അടിക്കുക ചെയ്യേണ്ടതല്ല ഞാൻ പറയുന്നത്. ആ സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻ, ഇപ്പം ട്രയാങ്കിളിൻ്റെ ക്വസ്റ്റ്യൻ ഇത് ആ ഷിഫ്റ്റിൽ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ പോലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് മാറ്റി വെക്കുക. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ സാവധാനം ചെയ്തതിന് ശേഷം മാത്രം, സാധാരണ കുറച്ച് സ്പീഡിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതെല്ലാം ചെയ്തതിന് ശേഷം സാവധാനം പതുക്കെ വന്നിട്ട് നമുക്ക് ലാസ്റ്റ് നമുക്ക് നോക്കിയാൽ മാത്രം മതി ഈ ടോപ്പിക്ക്. ഓക്കെ, കാരണം അത്രയും ടൈം കൺസ്യൂമിങ് ആണെങ്കിൽ. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ചെയ്ത് പോകണം. ഇതിന് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം സിമ്പിൾ ഫിഗർ ആണല്ലോ. ഇതൊന്നും ടൈം ഒരിക്കലും അവിടെ കളയരുത്. ഓക്കെ, മിറർ ഇമേജ് നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിലും കണ്ടതുപോലെ മിറർ ഇമേജിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അത് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തുള്ളൂ. ഒരേ മോഡലാണെങ്കിൽ നമ്മൾ 2 എടുക്കേണ്ട ആവശ്യമില്ല. സെയിം മോഡൽ തന്നെയാണ്. അവിടെ ലെറ്റേഴ്സ് നമ്പേഴ്സും കൂടെ ഉണ്ട്. ഓക്കെ, ലെറ്റേഴ്സ് നമ്പേഴ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫിഗറിൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ച് കണ്ടില്ല. ഫിഗറിൻ്റെ മിറർ ഇമേജ് അങ്ങനെ ഇപ്പോൾ ചോദിക്കുന്നില്ല, കൂടുതൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിഗറിൻ്റെ ഈ പറയുന്ന വേർഡിൻ്റെ മിറർ ഇമേജ് എന്താണ്? അപ്പോൾ മിറർ ഈ സൈഡിൽ വെച്ചിരിക്കുകയാണ്, വെർട്ടിക്കൽ മിറർ ആണ്. അപ്പോൾ അത് മിറർ ഇമേജ് കൺസെപ്റ്റിനാണ്. ഹൊറിസോണ്ടൽ മിറർ വെക്കുമ്പോഴാണ് നമ്മൾ വാട്ടർ ഇമേജ് കൺസെപ്റ്റ് പറയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എലിമിനേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. നമ്മൾ ആദ്യം നമുക്കറിയാം ഇതിൻ്റെ മിറർ ഇമേജ് വരുമ്പോൾ ഫസ്റ്റ് വരേണ്ട ലെറ്റർ U ആണ്. അപ്പോൾ U തന്നെയാണ് എല്ലായിടത്തും വന്നിരിക്കുന്നത്. എല്ലായിടത്തും U ഒരുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവിടെ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ എലിമിനേഷൻ വരില്ല. അടുത്ത് നമ്മൾ നോക്കുന്നത് W-ൻ്റെ മിറർ ഇമേജ് ആണ് നോക്കേണ്ടത്. W-ൻ്റെ മിറർ ഇമേജ് വരുമ്പോഴത്തേക്കും ഇതും വരില്ല, ഇതും വരില്ല അല്ലേ. ബാക്കി 2 ഒരുപോലെ തന്നെയാണ്, അത് കറക്റ്റാണ്. അവിടെ നിങ്ങൾ നോക്കുന്ന എക്സ് ആണ്, എക്സ് ഒരുപോലെ ഇരിക്കുന്നു, വ്യത്യാസമില്ല. ജെ വന്നപ്പോൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ജെയുടെ മിറർ ഇമേജ് ആണ് വരുന്നത്. അപ്പോൾ ജെയുടെ മിറർ ഇമേജ് വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ സ്ട്രൈറ്റ് ലൈൻ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഈ സ്ട്രൈറ്റ് ലൈൻ ജെയുടെ റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ. നോർമലി ജെ എഴുതുമ്പോൾ അത് ഉറപ്പായിട്ട് ലെഫ്റ്റ് സൈഡ് വരും. ഇങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യാം, മിറർ ഇമേജ് വരിക. അങ്ങനെ വരുന്ന ഏതാണ്? ഓപ്ഷൻ 4 ആണ്, ഓപ്ഷൻ 2 അല്ല.
ഓക്കെ, എലിമിനേറ്റ് ചെയ്ത് 1-2 ലെറ്റർ കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ മിക്കപ്പോഴും ആൻസറിലേക്ക് പോകാറുണ്ട്. അപ്പം എലിമിനേഷൻ ആണ് ബെറ്റർ. അല്ലാണ്ട് നിങ്ങൾ ഇതിന്റെ മിറർ ഇമേജ് എഴുതി വെച്ചിട്ട് ഓപ്ഷന് പോയി നോക്കി വെറുതെ സമയം കളയരുത്. മാക്സിമം പെട്ടെന്ന് ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക ഈ ക്വസ്റ്റിനൊക്കെ. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക. ഇത് നമുക്കൊരു അനലോഗിയുടെ മോഡൽ ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. പക്ഷെ അനലോഗിയുടെ പാർട്ടായിട്ടല്ല ഇത് വരുന്നത്. നമുക്കൊരു 2-3 ലെറ്റേഴ്സിന്റെ കോമ്പിനേഷൻ നമുക്ക് തന്നിട്ട് ആ കോമ്പിനേഷന് ഒരു ലോജിക് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 2, 3, 7, 17 തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കും. അതേ റിലേഷൻ തന്നെ ആയിരിക്കും 5, 2, 21 വരിക. നമ്മൾ അനലോഗിലും പറഞ്ഞ അതേ സാധനമാണ് അല്ലെ. രണ്ടുപേരും നമ്മൾ റിലേഷൻ നോക്കിയിട്ട് അതേ റിലേഷനിൽ നെക്സ്റ്റ് വരുന്ന ആളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇത് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഷിഫ്റ്റുകൾ നോക്കുമ്പോൾ ഒരു ഷിഫ്റ്റിൽ തന്നെ 2-3 ക്വസ്റ്റ്യൻ ഇതേ മോഡൽ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ഡിറ്റോ ഇതുപോലെ ലോജിക്ക് മാത്രം മാറി വരുന്നു. അതിപ്പോൾ എല്ലാ ഷിഫ്റ്റുകളിലും 2-3 വെച്ച് ക്വസ്റ്റ്യൻ. ഇതൊക്കെ പലപ്പോഴും പലരും ഭയങ്കര പാടെന്നാണ് പറയാറ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പാടുന്നല്ല, നിങ്ങൾ ലോജിക്കുകൾ ഒരുപാട് ചെയ്ത് പഠിക്കണം. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്ക് ലോജിക്കുകൾ വരാം അല്ലെങ്കിൽ ലോജിക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഷിഫ്റ്റിലെയും ചോദിച്ച എല്ലാ ക്വസ്റ്റിനും എടുത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ലോജിക്കും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. 2024 ചോദിച്ച എല്ലാ ലോജിക്കും നമ്മൾ ഈ ഒരു സീരീസ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിൻ്റെ കാണും. അപ്പോൾ നിങ്ങൾക്ക് SSC ചോദിച്ച ലോജിക്കലാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതേ ലോജിക്കൽ ഇന്ന് റിപ്പീറ്റ് ചെയ്ത് എന്താണ് SSC എക്സാമിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ചെറിയ മാറ്റങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമ്മൾ കണ്ട ലോജിക് ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ, അല്ലാത്തൊരു ലോജിക്കാണ് വരുന്നതെങ്കിൽ കുറച്ച് സമയം എടുക്കും നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പം ലോജിക് ബേസ്ഡ് എല്ലാ ടോപ്പിക്കിലും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എപ്പോഴും ഞാൻ പറയും ടോപ്പിക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കോഡിങ് ഡീകോഡിങ്ങും സീരീസും അനലോഗിയും ഓടും ഔട്ടും ഇതുപോലത്തെ ഒരു ടോപ്പിക്കൊക്കെ ആണെന്ന് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. പിന്നെ പറഞ്ഞ സീറ്റിംഗ് അറേഞ്ച്മെന്റിനെ കുറിച്ച് ഞാൻ പറയാറ്. സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബസ്സിലൊക്കെ ഇപ്പോൾ നമ്മൾ SSC എക്സാം നോക്കുമ്പോൾ ടയർ 2 വരുമ്പോഴേ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നുള്ളൂ. ടയർ 1 വരുന്ന സമയത്ത് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അവിടെ നമുക്ക് വലിയ പ്രശ്നമില്ല. ടയർ 1 പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്കത് കുഴപ്പമില്ല. അപ്പോൾ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ടൈം കൺസ്യൂമിങ് ആയിരിക്കും. മാക്സിമം നിങ്ങൾ ചെയ്ത് പഠിക്കുക. മാക്സിമം ലോജിക്കുകൾ ഒരുപാട് കണ്ടു കഴിഞ്ഞ ഒരാൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ലോജിക് എടുക്കുന്ന സമയത്ത് 2, 3, 17 ആകുന്നതിന് ഒരുപാട് രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 2ന്റെ ക്യൂബ് എടുക്കുകയാണ്. ഓക്കെ, 3ന്റെ ക്യൂബ് എടുക്കുകയാണ്. 3ന്റെ സ്ക്വയർ എടുക്കുകയാണ്. ഇത് രണ്ടോ കൂട്ട് നോക്കിയാണ്. 2 ക്യൂബ് 8 ആണ്. 3ന്റെ സ്ക്വയർ എത്ര? 9. 9, 8, 17. 17 നിൽക്കുന്നത്. ഈ ലോജിക്കുള്ള ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ ലോജിക്കുള്ള ക്വസ്റ്റ്യൻ മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നിട്ട് 2, 3, 17 വെച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത് 5, 2, 21 അത് സാറ്റിസ്ഫൈ ചെയ്തില്ല. കാരണം 5ന്റെ ക്യൂബ് എടുക്കുമ്പോൾ 125 ആയി കഴിഞ്ഞു അല്ലേ. അപ്പം പിന്നെ 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ അത് കൂട്ടുമ്പോൾ എന്തായാലും അത് വരുന്നില്ല. അപ്പോൾ അതല്ല അവിടുത്തെ ലോജിക്ക് അല്ലേ. ഓക്കെ, പിന്നെ വരുന്ന ലോജിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ 2 × 3 എത്രയാണ് വരുന്നത്? 6 ആണ് വരുന്നത്. ഈ 6ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? 17 വരുന്നുണ്ട്. ഓക്കെ, 2 × 3 6 ആണ്. 6ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ 17 വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, 5 × 2 എത്രയാ? 10 അല്ലേ. ആ 10ന്റെ കൂടെ 11 കൂട്ടുമ്പോൾ എന്ത് വരുന്നുണ്ട്? 21 വരുന്നുണ്ട്. കണ്ടോ, സെയിം ലോജിക്ക് വന്നാണ്ട് രണ്ടിനും. ആ ലോജിക്ക് അപ്ലൈ ചെയ്താൽ മതി. ഇനി ഈ ലോജിക്കിൽ വരുന്ന പേര് എന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ നോക്കുക, ആദ്യ കേസിൽ 3 × 4 12. 12ന്റെ 11 കൂട്ടുമ്പോഴത്തേക്കും 23. നോക്ക്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ആൻസർ വന്നിരിക്കുന്നത്. നമുക്ക് 5 × 6 30 അല്ലേ. 30ന്റെ 11 കൂട്ടിയാൽ 41 അത് വരില്ല. 5 × 2 10. 10ന്റെ 11 കൂട്ടി 21 വരണ്ട, 42 അല്ല. 1 × 4 4 + 11 15 വരണം അല്ലേ. ഇവിടെ 17 ആണ്. അപ്പം അതേ ലോജിക്കിൽ വരുന്ന ഒരെണ്ണേ വരത്തുള്ളൂ. ഓക്കെ, അതിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ആൻസറിലേക്ക് ആദ്യം പോകാൻ പറ്റി കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഒരേ ലോജിക്ക് എടുത്തിട്ട് പല ലോജിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതൊരു കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പല ലോജിക്കിൽ ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കണം. അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണെന്ന് തോന്നുവാണെങ്കിൽ പുറകെ സമയം കളയരുത്. ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കി ക്വസ്റ്റൻ ഒക്കെ ചെയ്യുക. അതായത് റീസണിങ്ങും ക്വാണ്ടം ഇംഗ്ലീഷും GK എല്ലാം ചെയ്തിട്ട് പിന്നെ വന്നിട്ട് എന്ത് ചെയ്യുക? നോക്കുക. ഓക്കെ, അതിന് ആ സമയത്ത് എടുത്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് ഇത് യൂസ് ഉള്ളൂ അല്ലേ. അല്ല അത്രയും സമയം നമ്മൾ ആദ്യമേ കളഞ്ഞിട്ട് ഒരു 2-3 മിനിറ്റിൻ്റെ പുറകെ കളഞ്ഞിട്ട് കിട്ടാതെ വരികയോ അല്ലെങ്കിൽ അത്രയും സമയം കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ എല്ലാ ക്വസ്റ്റിനും 1 മാർക്ക് തന്നെയാണ്. ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റിന് പ്രത്യേകിച്ച് അങ്ങനെ എന്താണ് അഡ്വാൻറ്റേജോ അല്ലെങ്കിൽ ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് നമുക്കൊരു ഉപയോഗമൊന്നുമില്ല അല്ലേ. ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്താലും നമുക്ക് ആ 1 മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം ചെയ്തിട്ട് പിന്നെ സമയം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് സമയം കൊടുത്താൽ മതി നമ്മൾ. ഓക്കെ, സെയിം അതിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 18 378 7. ഓക്കെ, അപ്പോൾ ഇവർ 3 നോർമലി നമ്മൾ നോക്കുമ്പോൾ കുറച്ച് വലിയ നമ്പർ ഉണ്ടെങ്കിൽ ചെറിയ 2 നമ്പേഴ്സ് നമ്മൾ റിലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും തേർഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ചിന്തിക്കാനായിട്ട്. അങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതിൻ്റെ ലോജിക്ക് എന്ത് വരാം. ഓക്കെ, ഇതിൻ്റെ ലോജിക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. 18 7 വന്നതിൽ എങ്ങനെ 377 കൊണ്ടുവരാൻ പറ്റുമോ നമ്മൾ ആലോചിച്ച് നോക്കാം. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് എളുപ്പമുള്ള നമ്പർ 14 5 210 ആണ്. നിങ്ങൾ അത് നോക്കിയാലും മതി.
ഇപ്പോൾ 18 327 വന്ന് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അതേസമയം 14 210 210 5 ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. നമ്പേഴ്സ് കുറച്ച് സിമ്പിൾ നമ്പേഴ്സ് ആണ്. സിമ്പിൾ നമ്പേഴ്സ് വെച്ച് നോക്കുക നിങ്ങളിപ്പം. അപ്പോൾ ഇവിടുത്തെ ലോജിക്ക് എന്താ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എന്തായാലും കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ലോജിക്കാണ് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ലോജിക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങളുടേതായ ടൈം കൊടുക്കുക. ഓക്കെ, നിങ്ങളുടേതായ ടൈം കൊടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഒട്ടും വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്പ്ലനേഷൻ കേൾക്കുക, അത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ നോക്കിയോ, ഇവിടെ ചെയ്തിരിക്കുന്ന വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 14 × 5 അല്ലേ, ഞാൻ രണ്ട് നമ്പേഴ്സിന് മൾട്ടിപ്ലൈ ആണ്. എത്ര വരും? 50 20 അല്ലേ, 70 വരും അല്ലേ. അത് ഇൻറ്റു 3 അല്ലേ 210 എന്ന് പറയുന്നത്. 14 5 ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ 70 കിട്ടി. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 210 കിട്ടി. നോക്കുക, 18 × 7 ആലോചിച്ച് നോക്കുക. 18 × 7 7 10 70 56 56 70 എത്ര കിട്ടും? 70 50 ആകുമ്പോൾ 130 ആയി, 136 കിട്ടും അല്ലേ, 136. ഓക്കെ, ഇതിന് ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഓക്കെ, സോറി 70 126 വരും അല്ലേ, 126 വരും. ഓക്കെ, ഇൻറ്റു 3 ചെയ്ത് നോക്കിയേ, 300 20 3 ആകുമ്പോഴത്തേക്കും 60 360 18 360 18 378 കിട്ടുന്നുണ്ട്. 378 കിട്ടുന്നുണ്ട്. കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റും ലാസ്റ്റ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിനെന്ത് ചെയ്യുന്നു? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഇതിപ്പോൾ ചെയ്യാനും നമുക്കൊരു എളുപ്പത്തിലൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മൾട്ടിപ്ലൈ വെറുതെ സമയം കളയണ്ട. ഇപ്പോൾ യൂണിറ്റ് ഡിജിറ്റ്സിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കുന്ന സാധനമാണ്, ഇതൊക്കെ ഇവിടെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് കേട്ടോ. ഇപ്പോൾ ഇതാ 7 8 56, ലാസ്റ്റ് ഡിജിറ്റ് 6 അല്ലേ, 6 × 3 എടുക്കുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് 6 × 3 എടുത്താൽ നമുക്ക് 8 അല്ലേ എൻഡ് ചെയ്യത്തുള്ളൂ. 8 അല്ലല്ലോ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതല്ല, ഇവിടെ 6 × 7 42 2 2 × 3 എൻഡ് ചെയ്യുന്ന ഏതിലായിരിക്കും? 6-ലായിരിക്കും. അവിടെ 6 വെച്ചല്ല എൻഡ് ചെയ്ത നമ്പർ വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ 5 × 3 15, അപ്പോൾ 5-ലായിരിക്കും എൻഡ് ചെയ്യുക. 5 × 3 15, 5-ലായിരിക്കും വീണ്ടും എൻഡ് ചെയ്യേണ്ടത്. അതുമല്ല, ഇപ്പോൾ 5 × 9 45, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലാസ്റ്റ് 5 ഡിജിറ്റ് വരുന്നുണ്ട് അല്ലേ. യൂണിറ്റ് ഡിജിറ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്താൽ ഇത് 3 വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതായിരിക്കും ആൻസർ. നോക്കാം, 15 × 9 ആകുമ്പോഴത്തേക്കും 90 45 എത്ര കിട്ടാം? 135 എന്ന് കിട്ടും അല്ലേ, ഇൻറ്റു 3. അപ്പോൾ 390 390 15 405 കണ്ടോ, കിട്ടുന്നുണ്ട്. ഇത് മൾട്ടിപ്ലൈ നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് 3 യൂണിറ്റ് ഡിജിറ്റ്സ് വെച്ച് വരില്ല. ഈ യൂണിറ്റ് ഡിജിറ്റിന്റെ കൺസെപ്റ്റ് നമുക്ക് മാത്സിൽ പഠിക്കുന്നതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് എളുപ്പത്തിൽ ചെയ്യാം. നമ്മൾ മാക്സിമം ഇപ്പോൾ മാത്സിൽ പഠിച്ചുകൊണ്ട് മാത്സിൽ മാത്രം ചെയ്യാമെന്നൊന്നുമല്ല, നമുക്ക് എവിടെയൊക്കെ അത് യൂസ് ചെയ്യേണ്ടി വരുമോ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതെങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ 7 യൂണിറ്റ് ഡിജിറ്റ്സ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം മൾട്ടിപ്ലിക്കേഷൻ ആണല്ലോ, ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 7 8 56 6 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് ആയിട്ട് വരിക എന്തായാലും. അപ്പോൾ ആ ഒരു വലിയ നമ്പറിൽ 6 ആയിരിക്കും ലാസ്റ്റ് വരിക, ഇൻറ്റു 3 ആണ് ചെയ്യുന്നത് ആ വലിയ നമ്പറിനെ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് ഡിജിറ്റ് ചെയ്യുമ്പോൾ 6 × 3 18 വരുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് എന്തായാലും 8 ആയിരിക്കും. അവിടെ ലാസ്റ്റ് ഡിജിറ്റ് 8 അല്ല വന്നത്, അങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ 3 എലിമിനേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ഇത് വരുമ്പോൾ കറക്റ്റായിട്ട് ലാസ്റ്റ് 5 വരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ മൾട്ടിപ്പിൾ ഇത് കാണിച്ചേ ഉള്ളൂ. ഇത് 3 പോയി കഴിഞ്ഞാൽ ഇതേ വരത്തുള്ളൂ. ആൻസർ ഇതായിരിക്കും, ഓപ്ഷൻ 4 ആയിരിക്കും കേട്ടോ. മാത്സിൽ പഠിച്ചത് മാത്സിൽ മാത്രമല്ല, എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ യൂസ് ചെയ്യണം. റീസണിങ് പഠിക്കുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. റീസണിങ് പഠിക്കുന്ന വേണ്ടി മാത്രമല്ല, പല സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് പിന്നെ യൂസ് ചെയ്യേണ്ടി വരും അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, സീരീസ്. ഓക്കെ, റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസ് നമ്മൾ കഴിഞ്ഞ ഷിഫ്റ്റിലും കണ്ടായിരുന്നു. റിപ്പീറ്റിംഗ് ലെറ്റർ സീരീസിന്റെ കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഡിവൈഡ് ചെയ്ത് നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡിവിഷൻ മെത്തേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല. ഓക്കെ, ഡിവിഷൻ മെത്തേഡ് പറ്റാത്തതിന് കാരണം ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ഡിവിഷൻ മെത്തേഡ് നമ്മൾ പലപ്പോഴും ചെയ്യുമെങ്കിലും ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡിവിഷൻ മെത്തേഡിൽ അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. നമുക്കിവിടെ വരുമ്പോൾ ഇപ്പോൾ 2 4 6 8 10 12 14 16 18 20 22 24 25 25 ആണെങ്കിൽ 5 × 5 ആണ് വരുന്നത് അല്ലേ. അതിൻ്റെ ചെറുത് 25-ൽ 5 × 5 ആണല്ലോ. പിന്നെ വരണമെങ്കിൽ പിന്നെ ഏതാണ് 25 × 1 വരത്തുള്ളൂ, വേറെ നമ്പേഴ്സ് ഒന്നും വരുന്നില്ല. 25 5 × 5 വരുന്നത്. അപ്പോൾ നിങ്ങൾ 5 ഡിവൈഡ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ 2 4 5 കണ്ടോ, 5 ഡിവൈഡ് എന്നെ ഇവിടെ ചെയ്യാവുന്നില്ല. അപ്പോൾ റെപ്പിറ്റേഷൻ വരുന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ ഒന്നുകിൽ ഓപ്ഷൻ ഇട്ട് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് നോക്കുക എങ്ങനെയാണ് വരാൻ ചാൻസ് ഉള്ളത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബനാന എന്നൊരു സീരീസ് പോകുന്ന പോലെയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ NA അല്ലേ, BANA NA BANA
NA, BA, NA, NA, BA, NA, NA. ഇങ്ങനെ ബനാന എന്ന സീരീസ് പോകുന്നുണ്ട്. 1000 ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ബനാന ബനാന എന്ന് പറഞ്ഞാൽ പോകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ 1000 ഇല്ലായിരുന്നെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താണ് 25 അല്ലല്ലേ, 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 22, 26 വരുന്നത് കേട്ടോ. ഓക്കെ, 26 ആണ് വരുന്നത്. 26 വരുമ്പോഴത്തേക്കും ഏതാ പറയാൻ പറ്റുമോ, 13x2 വരുന്നത് അല്ലേ. 13x2 നമുക്ക് ഇപ്പോൾ 2, 4, 6, 8, 10, 12, 13 കാര്യമില്ല. ഇങ്ങനെ എഴുതി നോക്കാനാണ് നല്ലതാ കേട്ടോ. അല്ലെങ്കിൽ ഓപ്ഷൻ ഇട്ട് നോക്കുക. ഓപ്ഷൻ ഇട്ട് നോക്കുമ്പോൾ ഏത് വരും നോക്കുക. ഇവിടെ വരുന്ന സമയത്ത് ANB AN ഏതാണ്? ഓപ്ഷൻ 4 ആണ് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ 4. ബനാനയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിയിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അത് പ്രോപ്പറായിട്ട് പോയിരുന്നു. ഈ 2 ഇല്ലായിരുന്നുവെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്കിങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെ ഇപ്പോൾ അത് പറ്റത്തില്ല. ഞാനത് എപ്പോഴും പറയുന്നതാണ്, ഈ ഒരു മെത്തേഡ് നമ്മൾ കോമൺ ആയിട്ട് പറയുമെങ്കിലും അത് എല്ലാ ക്വസ്റ്റിലും പറ്റാറില്ല. ഓക്കെ, ഇതുപോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താണ് അല്ലാണ്ട് ഓപ്ഷൻസ് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത കോഡിങ്ങിന്റെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. സെന്റൻസ് വൈസ് കോഡിംഗ് ഒരു കൺസെപ്റ്റ് ആണ്. ഇവിടെ ഇൻ സർട്ടൻ കോഡ് ലാംഗ്വേജ് ലെറ്റ് ഇറ്റ് ഗോ ഈസ് കോഡഡ് ആസ് VCNTAP. ദിസ് ഈസ് ഇറ്റ് ഈസ് കോഡഡ് ആസ് MQVCH വാട്ട് ഈസ് ദ കോഡ് ഫോർ ഇറ്റ് ഇൻ ദാറ്റ് ലാംഗ്വേജ് ആണ് ചോദിക്കുന്നത്. ഇറ്റിന്റെ കോഡാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുന്നത് ഈ പറയുന്ന ഇറ്റ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നോക്കും അല്ലെ. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയും ഇറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു നോക്കും, വേറെ ഏതെങ്കിലും വേർഡ് റിപ്പീറ്റ് ചെയ്തോണ്ട് നോക്കും. ഇവിടെ ലെറ്റും ഗോയും ആണ്, ഇവിടെ ദിസും ഈസും ആണ്. കുഴപ്പമില്ല, ഇറ്റ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ വേർഡ് ഇറ്റ് മാത്രം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കോഡ് മാത്രമേ റിപ്പീറ്റ് ചെയ്യുള്ളൂ. റിപ്പീറ്റ് ചെയ്യുന്ന കോഡ് ഏതാണ്? ഇവിടെ VC എന്ന് പറയുന്ന കോഡാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും വരിക? VC ആയിരിക്കും. ഓപ്ഷൻ 3 ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. കണ്ടോ, എളുപ്പമുള്ള ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ്. നമുക്ക് സിമ്പിൾ ടൈപ്പ് ഓഫ് നമ്മൾ അതിൻ്റെ ലെറ്റർ കോഡിങ് നമ്പർ കോഡിംഗ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിങ് വരുന്നത്. ഇത് വലിയ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവം അല്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യരുത്, എടുത്തെഴുതിയും ചെയ്യരുത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ പലരും ചെയ്യുന്ന പ്രശ്നം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, ഇത് എടുത്തെഴുതും. ലെറ്റ് ഇറ്റ് ഗോ VCNTAP, ദിസ് ഈസ് ഇറ്റ് MQVCH എന്നിട്ട് എല്ലാ കോഡുകളും കണ്ടുപിടിക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ നോക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾക്ക് ആവശ്യം എന്താണോ അത് മാത്രം നോക്കുക, വെറുതെ ടൈം കളയരുത്. ഓക്കെ, പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യനെ കിട്ടുമ്പോൾ ഒരുപാട് സമയം കളയുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ നോക്കി നമ്മൾ ആൻസർ എടുത്ത് പോകാന്നുള്ളതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയം എടുക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴേ എടുത്ത് പോകുമായിരുന്നു അല്ലേ. അപ്പം അതുകൊണ്ട് അത് മാക്സിമം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾക്ക് നമുക്ക് കുറച്ച് സമയം കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്ത് പോവുക. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാം നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ എക്സാംസ്, ഇപ്പം നടന്ന എക്സാംസ് നിങ്ങൾ റിസൾട്ട് കിട്ടിയവർക്ക് ചോദിക്കുക, റിസൾട്ട് കിട്ടാത്തവർ ചോദിക്കുക എന്തുകൊണ്ട്. ആദ്യമായിട്ട് എഴുതുന്നൊരു കാര്യം പറഞ്ഞു, നമ്മൾ മുമ്പ് എക്സാം എഴുതിയവരോട് ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു പരിചയം കിട്ടും. ഇപ്പം ഞാനിപ്പോൾ അന്ന് പറയുന്നത് ഞാൻ മുമ്പ് എക്സാംസ് എഴുതിയതുകൊണ്ടും അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാംസ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒന്നുകൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് കൊണ്ടാണ്. അപ്പം ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുക്കുന്ന സമയത്ത് ഞാനിതൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കിയിട്ട് എത്ര സമയത്തിനുള്ള ഏത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏത് ക്വസ്റ്റ്യൻ ടൈം കൺസ്യൂമിങ് ആണ് എന്നൊക്കെ നോക്കിയിട്ടാണ് ഇത് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ആദ്യമേ ആളുടെ ഒരു ഐഡിയ വെച്ച് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യാം, മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ എക്സാം എഴുതിയെടുത്ത് പോയി ചോദിക്കുക, എങ്ങനെയായിരുന്നു എക്സാം, എന്താണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എക്സാം നമുക്ക് ഫെയിൽ ആവുന്നത്. ടൈമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടർ. ടൈം ടോപ്പിക് അറിഞ്ഞാൽ മാത്രമല്ല, ടോപ്പിക് അറിയുന്ന എല്ലാവരും ക്ലിയർ ചെയ്യാറില്ല. ഓക്കെ, ടോപ്പിക് അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ആരും ക്ലിയർ ചെയ്യാറില്ല. ടോപ്പിക് എങ്ങനെ നമുക്ക് എക്സാമിന് ടൈമിലി നമ്മൾ എന്ത് ചെയ്യണം, അത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും നമുക്ക് എപ്പോഴും ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നേ ഉള്ളൂ, നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തു തുടങ്ങും. മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ടൈമിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് സെറ്റ് ആവുക കേട്ടോ. അപ്പോഴേ നിങ്ങൾ സെറ്റ് ആയിക്കോളും, കുഴപ്പമില്ല. ഓക്കെ, അവിടെ നോക്കാം. ഇതിൻ്റെ സിലോയിസം അറിയാമല്ലോ, വെൻ ഡയഗ്രാം വരച്ച് ചെയ്യാനാണ് നമുക്കറിയാം. ഇവിടെ ഓൾ ഫാൻസ് ആർ ബ്രൗൺ ആണ് ആദ്യം പറയുന്നത്. ഓക്കെ, ഓൾ ഫാൻസ് ആർ ബ്രൗൺ and some brown are chairs. Okay, some brown are chairs, some chairs are plastic. Okay, some chairs are plastic. Okay, വെൻ ഡയഗ്രാം നമുക്കറിയാം എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇത് ഫോളോയിൽ എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ എപ്പോഴും പറയുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തില്ല. ആദ്യമേ അതങ്ങ് വെട്ടിക്കളയാം, വെറുതെ അതിൻ്റെ പുറകെ ഇരിക്കേണ്ട ആവശ്യമില്ല. ബാക്കി രണ്ടും മാത്രം നോക്കുക. സം ബ്രൗൺ ആർ ഫാൻസ്. ഓക്കെ,
സം ബ്രൗൺ ആർ ഫാൻസ്. ഓക്കെ, ബ്രൗണും ഫാൻസും റിലേഷൻ നോക്കുവാണെങ്കിൽ ഓൾ ഫാൻസ് ആർ ബ്രൗൺ ആണ്. അതുകൊണ്ട് തന്നെ സം ബ്രൗൺ ആർ ഫാൻസും പറയാം, സം ഫാൻസ് ആർ ബ്രൗണും പറയാൻ പറ്റും. നമുക്ക് ആദ്യത്തെ കൺക്ലൂഷൻ എന്തായാലും ഫോളോ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ സം ചെയർസ് ആർ ബ്രൗൺ. ഓക്കെ, ബ്രൗണും ചെയർ നമ്മുടെ റിലേഷൻ തന്നെ സം റിലേഷൻ തന്നെയാണ്. അപ്പോൾ സം ചെയർ ആർ ബ്രൗണും പറയാം, സം ബ്രൗൺ ആർ ചെയറും പറയാൻ പറ്റും. രണ്ടാമത്തെ എന്ത് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് നോ ചെയർ ഇസ് പ്ലാസ്റ്റിക്. ചെയറും പ്ലാസ്റ്റിക്കും തമ്മിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്, നെഗറ്റീവ് കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തില്ല. അല്ലെങ്കിൽ തന്നെ ചെയറും പ്ലാസ്റ്റിക്കും തമ്മിൽ സം റിലേഷൻ ആണ്. സം റിലേഷൻ വന്നാൽ ഒരിക്കലും നോ എന്ന കൺക്ലൂഷൻ ഫോളോ ചെയ്യത്തില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് തേർഡ് വൺ ഫോളോ ചെയ്തില്ല. അപ്പം 1 and 2 ഫോളോ ചെയ്യുന്നതാണ്. ഓൺലി 1 and 2 ഫോളോസ്. ഓക്കെ, ഓപ്ഷൻ 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓൺലി 1 and 2 ഫോളോസ് ആയിരിക്കും ആൻസർ വരിക. സിലോയിസം ഒക്കെ നമുക്ക് എപ്പോഴും ക്ലാസ്സിൽ ഞാൻ പറയുന്ന കാര്യമാണ്. സിലോയിസം വെൻ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്തത് സീരീസ്, ഫിഗർ സീരീസ്. കഴിഞ്ഞ ഷിഫ്റ്റിൽ നമ്മൾ കണ്ടായിരുന്നു ഫിഗർ സീരീസിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഈ ഷിഫ്റ്റിൽ ഫിഗറിന് സീരീസിന് 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ഞാൻ ഒരു ക്വസ്റ്റൻ എടുത്തോളൂ, കാരണം പാറ്റേൺ ഏകദേശം സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു മറ്റേത്. അതുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റൻ എഴുതിയിട്ടില്ല, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റൻ കാണുമ്പോൾ തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ഇത് കുറച്ചും കൂടെ നമുക്ക് ഡിഫിക്കൽട്ട് അല്ല, കുറച്ചും നമ്മൾ ആലോചിച്ച് കണ്ടുപിടിക്കുന്ന രീതിയിലൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഇത് എങ്ങനെ മാറി വരുന്നു, അതായത് നമ്മൾ ഇപ്പം പോകുമ്പോൾ ഈ ഫിഗറിൽ നിന്നും ഈ ഫിഗറിലേക്ക് പോകുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കുന്നു, അവിടെ നിങ്ങോട്ട് പോകുമ്പോൾ എന്ത് മാറ്റം സംഭവിക്കുന്നു, ഇവിടെ നിങ്ങോട്ട്. അപ്പോൾ ഈ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ എന്തായാലും ലെറ്ററുകൾക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ എന്താണ് ഫിഗറുകൾ മാറുന്നില്ല, പുതിയ ഫിഗർ ഒന്നും വരുന്നില്ല, ഒന്നും കുറയുന്നൊന്നുമില്ല, സെയിം ഫിഗേഴ്സ് തന്നെയാണ്, ഒരു മാറ്റം സംഭവിക്കും. നിങ്ങൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നിന്ന് സെക്കൻഡ് ഫിഗറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഏതാ ഇവിടെ ചാടുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആള് ഇങ്ങോട്ട് ചാടുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് ഓരോ ഫിഗറിൽ. ഇവിടെ നിന്ന് ചാടുക, ഓക്കെ കണ്ടോ, ഇവിടെ ഇരുന്ന ആളെ ഇവിടെ പോകും. അപ്പോൾ ആ ഒരു ചാട്ടം എന്തായാലും ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക എന്തായാലും ഇവിടെ ഇരുന്ന ആളതാ ഇവിടെ വരും അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ ഇവിടെ വരണം, ആ ഒരു മാറ്റം. അപ്പോൾ നിങ്ങൾ നോക്കുക എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അല്ലല്ലോ, സോറി, നമുക്ക് ഈ ഇരുന്ന ആൾ ഇവിടെ വരുന്നു, അതുപോലെ ഇവിടെ ഇരുന്ന ആൾ ഇവിടെ വരുന്നു, ഇവിടെ ഇരുന്ന ആൾ ഇവിടെ വരുന്നു, ഇവിടെ ഇരുന്ന ആൾ ഇവിടെ വരണം. അതായത് ഈ ട്രയാങ്കിൾ എവിടെ വരണം, ഇതാ ഇവിടെ വരണം അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ അവിടെ വരുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് എല്ലായിടത്തും ട്രയാങ്കിൾ അവിടെ വരുന്നത്, പക്ഷേ ഇവിടെ ട്രയാങ്കിൾ തലതിരിഞ്ഞാണ് നിൽക്കുന്നത്, അതെന്തായാലും വരില്ല അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കുക ഫിഗേഴ്സ് പോകുമ്പോൾ എ അതുപോലെ അവിടെ പോയിരിക്കുന്നത്, ഈ ഫിഗർ അതുപോലെ പോയിരിക്കുന്നത്, അപ്പോൾ ബി അതുപോലെ ഇരിക്കുന്നത്, അപ്പോൾ ട്രയാങ്കിൾ അതുപോലെ തന്നെ പോയിരിക്കണം. ഓക്കെ, അതിന് വ്യത്യാസം വരാൻ പാടില്ല. അടുത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന ട്രയാങ്കിൾ താഴേക്ക് പോകുന്നുണ്ട്, ഈ കോണിൽ നിന്ന് ഈ കോർണറിലേക്ക് പോകുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ നോക്കുക, എ ഇവിടെ ഇരുന്നത് ഇവിടെ ഇങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ അങ്ങനെ പോകും. അപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ബി എന്ന് പറയുന്ന പൊസിഷൻ എന്ത് ഈ പൊസിഷനിൽ വന്നത് ഇവിടെ വന്നിരിക്കും, ഇങ്ങനെ കണ്ടോ, ഇവിടെ വന്നിരിക്കും. നിങ്ങൾ നോക്കിയേ ബാക്കി 3ലും ബി ഓക്കെ ആണ്, ബാക്കി 3ലും ബി ഓക്കെ ആണ്. ബാക്കി ഇവിടെ ഇരിക്കുന്ന ആൾ ഈ സൈഡിലേക്ക് പോകുന്നുണ്ടോ, ഇവിടെ ഇരിക്കുന്ന ആൾ ഇങ്ങോട്ട് പോകുന്നുണ്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾ ഈ ആരോ അല്ലാതെ എന്ത് ചെയ്യണം, ഇവിടെ വരണം, ഇങ്ങനെ വരണം, ഇങ്ങനെ വരണം അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാ നമുക്ക് 4th ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ, കാരണം അത് തല തിരിഞ്ഞാൽ വന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ ഇരിക്കുന്ന ഫിഗേഴ്സ് എല്ലാം ഇങ്ങോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ കണ്ടോ സെയിം അതുപോലെ തന്നെ വന്നിരുന്നു, ഒരു മാറ്റം വന്നിട്ടില്ല. ഈ ട്രയാങ്കിൾ ഇവിടെ വന്ന സമയത്ത് അതുപോലെ തന്നെ വന്നിരിക്കുന്നത്, ഒരു മാറ്റമില്ല. എ ഇവിടെ വന്ന സമയത്ത് അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അപ്പം അതെന്തായാലും വരത്തില്ല. പിന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ നടുക്കിരുന്ന ആൾക്കൊരു വ്യത്യാസങ്ങൾ ഉണ്ടാകും അല്ലേ. ഇയാൾ ആദ്യം മുകളിലേക്ക് നോക്കിയിരുന്നു, പിന്നെ താഴേക്ക് നോക്കിയിരുന്നു, പിന്നെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നു, അടുത്ത താഴേക്ക്. അപ്പോൾ അടുത്ത മുകളിലേക്ക് നോക്കിയിരിക്കണം, 2ലും മുകളിലേക്ക് തന്നെയാണ് നോക്കിയിരിക്കുന്നത്, അതുകൊണ്ട് അവിടെ വ്യത്യാസമില്ല. ഇനി ഒറ്റ സെറ്റപ്പ് ഇവിടെ നിങ്ങോട്ട് പോകുന്ന നോക്കുക, അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ഇവിടെ നിങ്ങോട്ട് പോകുന്ന സമയത്ത് നോക്കിയേ, നിങ്ങൾ ഇവിടെ നോക്കുക, ഈ ഒരു ആരോ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ വാട്ടർ ഇമേജ് ആണ് ഇവിടെ ഉണ്ടായത് അല്ലേ. ഇത് അതുപോലെ വരച്ചു വെക്കല, അതിൻ്റെ വാട്ടർ ഇമേജ്, ഇതിൻ്റെ വാട്ടർ ഇമേജ് എന്താണോ അതാണ് അവിടെ പോയത്. അവിടെ നോക്കി പി ഇതായി മുകളിൽ പോവാണ്, അപ്പം അത് ബി ആയി മാറി, അത് അതിൻ്റെ വാട്ടർ ഇമേജ് ഉണ്ടാവുകയാണ് ചെയ്തത്. ട്രയാങ്കിൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അതിൻ്റെ വാട്ടർ ഇമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എ ഇങ്ങനെ ഇരിക്കുമ്പം ഇത് മുകളിൽ പോകണം അല്ലേ, എ മുകളിലേക്കാണ് പോകേണ്ടത്, പക്ഷെ മുകളിൽ പോകുമ്പോൾ വാട്ടർ ഇമേജ് വരണം. ഓക്കെ, വാട്ടർ ഇമേജ് വരുന്ന എ വരുന്ന ഏതിലാണ്, ഓപ്ഷൻ 1ലാണ്. ഓക്കെ, നമുക്ക് ഓപ്ഷൻ 3 വരില്ല. ഓക്കെ, ഇത്രയും സമയമൊന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നേ ഉള്ളൂ. ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിച്ച് പോകാൻ പറ്റും, വലിയ ബുദ്ധിമുട്ടില്ല, കാരണം സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ചില പാറ്റേൺസിലൊന്നാണിത്. ഓക്കെ, സീരീസ്. അപ്പോൾ ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ 2 ഷിഫ്റ്റിൽ നമ്മൾ കാണും. അപ്പോൾ എല്ലാ ഷിഫ്റ്റിലും ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ കൂടുതൽ ഷിഫ്റ്റുകളിൽ ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഷിഫ്റ്റിൽ തന്നെ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് ഭയങ്കര സിമ്പിൾ ആയിരുന്നു കേട്ടോ, ഞാൻ അതുകൊണ്ട് എടുക്കാൻ ജസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണ്. അത് ആദ്യത്തെ ഫിഗറിൽ ഒരു ആരോ മാർക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയായിരുന്നു, രണ്ടാമത്തേൽ വന്ന സമയത്ത് അതിങ്ങനെ തിരിഞ്ഞു, മൂന്നാമത്തേലായപ്പോൾ അത് ഇങ്ങനെയായി, നാലാമത്തെ ആയപ്പോൾ അത് ഇങ്ങനെ ചേഞ്ച്. അപ്പം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളതാണ്, നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഫൈൻ, അടുത്ത നെക്സ്റ്റ് എങ്ങോട്ടാണ് കറങ്ങി വരുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ,
ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞു നേരത്തെ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാറ്, പക്ഷേ ബ്ലഡ് റിലേഷൻ്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷേ അതിനകത്ത് കോഡിംഗ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ ഷിഫ്റ്റിൽ ഞാൻ കണ്ടപ്പോൾ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്, പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ മാക്സിമം ചെയ്ത് നോക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ ഒരു റിലേഷൻ ഒന്ന് വരച്ച് നോക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ എന്നാണ് ഞാൻ പറയാറ്. എന്നൊന്ന് വരച്ച് നോക്കാം. എ പ്ലസ് ബി, ആർ പ്ലസ് എന്ന് വെച്ചാൽ ആർ ഈസ് സിസ്റ്റർ ഓഫ് ടി ആകുമ്പം എ പ്ലസ് ബി ആകുമ്പം എ ഈസ് സിസ്റ്റർ ഓഫ് ബി എന്ന് കിട്ടും. അടുത്തത് ബി മൈനസ് സി, അപ്പൊ ബി മൈനസ് സി ആകുമ്പോൾ ആർ മൈനസ് സി വെച്ചാൽ ആർ ഈസ് ദ ഫാദർ ഓഫ് ടി ആണ്, അപ്പം ബി മൈനസ് ബി ഈസ് ഫാദർ ഓഫ് സി എന്നായിരിക്കും വരാം. അടുത്ത സി ഡിവൈഡ് ബൈ ഡി, അപ്പം ആർ ഡിവൈഡ് ടി എന്ന് വെച്ചാൽ ആർ ഈസ് മദർ ഓഫ് ടി ആണ്, അപ്പം സി ഡിവൈഡ് ബൈ സി ഈസ് മദർ ഓഫ് ഡി ആണ്. ഓക്കെ, സി ഈസ് മദർ ഓഫ് ടി. ഓക്കെ, അടുത്ത ഡി സ്റ്റാർ ഇ, ആർ സ്റ്റാർ എന്ന് വെച്ചാൽ ആർ ഈസ് വൈഫ് ഓഫ് ടി എന്നാണ്, അപ്പോൾ ഡി സ്റ്റാർ ചെയ്യുമ്പോൾ ഡി ഈസ് വൈഫ് ഓഫ് ടി എന്നാ വരും, അപ്പം ടി ഹസ്ബൻഡ് ആയിരിക്കും അല്ലേ. ഓക്കെ, ടി അല്ല ഇ ആണ്, സോറി ഇ ആണ്. അടുത്ത ഇ മൈനസ് എഫ്, ആർ മൈനസ് ടി വെച്ചാൽ ആർ ഈസ് ഫാദർ ഓഫ് ടി ആണ്, അപ്പം ഇ മൈനസ് എഫ് എം ബി ഈസ് ഫാദർ ഓഫ് എഫ് എന്നാ വരിക. ആൻഡ് എഫ് ഡിവൈഡ് ബൈ ജി എന്ന് വെച്ചാൽ ആർ ഈസ് മദർ ഓഫ് ടി, അപ്പം എഫ് ഈസ് മദർ ഓഫ് ജി. ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെയാണ് ആ ഫാമിലി വരുന്നത്. ഓക്കെ, ഫാമിലി വരച്ചെന്ന് ചോദിക്കുന്ന ഹൗ ഇസ് എഫ് റിലേറ്റഡ് ടു സി എന്നാണ്. എഫ് റിലേറ്റഡ് ടു സി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ ആരാണ് എഫ്? സിയുടെ മകളുടെ മകളാണ് ആരെന്ന് പറയുന്നത് എഫ്. ഗ്രാൻഡ് ഡോട്ടർ ആണ് ആരെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഡോട്ടർ എന്ന് നമ്മൾ പറയും അല്ലെ, കൊച്ചുമകൾ, ഗ്രാൻഡ് ഡോട്ടർ. ഇവിടെ ഗ്രാൻഡ് ഡോട്ടർ എന്ന ഓപ്ഷൻ ഇല്ല, പക്ഷേ ഡോട്ടേഴ്സ് ഡോട്ടർ എന്ന ഓപ്ഷൻ ഉണ്ട്. കാരണം സിയുടെ മകളുടെ മകളാണ് ആരെന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റിലേഷൻ നമ്മളൊന്ന് കൃത്യമായിട്ട് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് കൺവേർട്ട് ചെയ്ത് റിലേഷൻ മനസ്സിലാക്കണം ആദ്യം, എന്നിട്ട് അത് വരയ്ക്കണം. ഓക്കെ, നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് ജെൻഡർ വെച്ച് എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ എഫ് അല്ലേ ചോദിക്കുന്നത്, ഹൗ ഇസ് എഫ് റിലേറ്റഡ് ടു സി ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ആരാണ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. ഇവിടെ എന്തായാലും ഫീമെയിൽ ആണ് എല്ലാം, അതുകൊണ്ട് ചെക്ക് ചെയ്തതിലും കാര്യമൊന്നുമില്ല, കാരണം ജെൻഡർ എന്തായാലും ഫീമെയിൽ ആയിരിക്കും. അപ്പോൾ എഫ് ഡിവൈഡ് ബൈ ജി ആണ്, അപ്പം എഫ് ഈസ് മദർ ഓഫ് ജി എന്നാ വരാം, അപ്പോൾ എഫ് എന്തായാലും ഫീമെയിൽ തന്നെയാണ്. ഇനി എഫും സിയും നമ്മുടെ റിലേഷൻ ആണ്. സി മുതൽ എഫ് വരെയുള്ള ജനറേഷൻ ഗ്യാപ്പ് ഞാൻ നോക്കുന്ന സമയത്ത് സി ഡിവൈഡഡ് ഡിവിഷൻ വരുന്ന സമയത്ത് എന്താണ്, മദറാണ്, +1 കൊടുക്കും ഞാൻ. സ്റ്റാർ വരുന്ന സമയത്ത് വൈഫാണ്, 0 കൊടുക്കും. മൈനസ് വരുന്ന സമയത്ത് ഫാദർ ആണ്, എന്ത് ചെയ്യും, +1 കൊടുക്കും. അതായത് സി ടു എഫ് റിലേഷൻ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ +2 റിലേഷൻ ആണ്, +2 ജനറേഷൻ ഗ്യാപ്പ്. എന്നുവെച്ചാൽ സി എഫിനേക്കാൾ 2 ജനറേഷൻ മുകളിൽ. അപ്പൊ എഫ് ടു സി നോക്കുന്ന സമയത്ത്, അതായത് എഫ് ആരെന്ന് ചോദിക്കുന്ന സമയത്ത് സിയേക്കാൾ 2 ജനറേഷൻ താഴെ ആയിരിക്കും. എഫ് സിയേക്കാൾ 2 ജനറേഷൻ താഴെ. വൈഫ് എന്ന് പറഞ്ഞാൽ ഒരേ ജനറേഷൻ ആയിരിക്കും, അത് വരില്ല. ഡോട്ടർ എന്ന് വെച്ചാൽ 1 ജനറേഷൻ താഴെ ആയിരിക്കും, അതും വരില്ല. മദർ 1 ജനറേഷൻ മുകളിലായിരിക്കും, അതും വരില്ല. 2 ജനറേഷൻ താഴെ വരുന്ന ഏതായിരിക്കും, ഡോട്ടേഴ്സ് ഡോട്ടർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ആൻസറിലേക്ക് അവിടെ പോകുന്നത്. അപ്പോൾ നമുക്ക് എലിമിനേഷൻ മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ല, എലിമിനേഷൻ മെത്തേഡ് എല്ലാത്തിലും സാറ്റിസ്ഫൈ ചെയ്യാറില്ല. കാരണം ഇതിനിപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താണ് ഡോട്ടേഴ്സ് ഡോട്ടറിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്കിപ്പോൾ സൺസ് ഡോട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഓപ്ഷൻ സൺസ് ഡോട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിന് ആൻസറിലേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫാക്റ്റുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോണം. കഴിഞ്ഞ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ഷിഫ്റ്റിൽ കണ്ട ക്വസ്റ്റിനകത്ത് നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ പോകണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ ചേഞ്ച് if each of the letters in the word system is arranged in the English alphabetical order. ഓക്കെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ധരിക്കാൻ ചാൻസ്. ഇപ്പോൾ ഓപ്ഷൻ ഉള്ളത് കൊണ്ട് ഓപ്ഷനിൽ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓപ്ഷനിൽ ചിലപ്പോൾ നമുക്ക് പണി തരാനുള്ള ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ ആ ക്വസ്റ്റ്യൻ ആ ഷിഫ്റ്റിനകത്ത് ഓപ്ഷന് പ്രശ്നം ഇല്ലായിരുന്നു. കാരണം നമുക്ക് തെറ്റിക്കാതിരിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്. കാരണം അല്ലെങ്കിൽ പലരും ക്വസ്റ്റ്യൻ തെറ്റെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നോക്കുക, ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ ചേഞ്ച് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നോർമലി ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിൽ നോട്ട് ചേഞ്ച് ആണ് ചോദിക്കുന്നത്. ചേഞ്ച് ചെയ്യാത്ത എത്ര പേരാണ്, പൊസിഷൻ അതുപോലെ തന്നെ റിട്ടൈൻ ചെയ്യുന്ന എത്ര പേരെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ചേഞ്ച് ചെയ്യുന്ന എത്ര പേരെന്നാണ് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ സിസ്റ്റം എഴുതുന്ന സമയത്ത് ഇതിലെ ലെറ്റേഴ്സിനെ ആൽഫബറ്റിക് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഫസ്റ്റ് വരുന്ന ആരായിരിക്കും, ഇ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ABCD എം ആയിരിക്കും വരിക അല്ലേ. എസ്, വീണ്ടും എസ് ഉണ്ട്, TY, ഇങ്ങനെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കുമ്പം ചേഞ്ച് ചെയ്യാത്ത ഒരു ലെറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ നമ്മൾ ചേഞ്ച് ചെയ്യാത്ത ലെറ്ററിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. അപ്പോൾ 1 എന്നായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക അല്ലേ. അപ്പോൾ ഓപ്ഷനകത്ത് 1 ഉണ്ടായിരുന്നെങ്കിൽ ചാടിക്കയറി 1 മാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങ് പോകും, ശ്രദ്ധിക്കത്തില്ല. അതാണ് പറഞ്ഞത്, ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് വായിച്ചോണം. എപ്പോഴും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഹൗ മെനി ദ പൊസിഷൻ ഓഫ് ഹൗ മെനി ലെറ്റേഴ്സ് വിൽ നോട്ട് ചേഞ്ച് എന്നാണ് ചോദിക്കുക. ഇവിടെ വിൽ ചേഞ്ച് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിൽ ചേഞ്ച് എന്ന് വെച്ചാൽ ബാക്കി 1, 2, 3, 4, 5 പേരുടെ പൊസിഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ആൻസർ അവിടെ എന്തായിരിക്കും, 5 ആയിരിക്കും. പലപ്പോഴും പലരും ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്.
ശ്രദ്ധിക്കാതെ പോയി തെറ്റിക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ ആ ഒന്നെന്നൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ചിലരെങ്കിലും ശ്രദ്ധിക്കും, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു പോകും. ചിലർ അതും ശ്രദ്ധിക്കില്ല, ക്വസ്റ്റ്യൻ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് പോകും. ഓക്കെ, ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണം, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത സീരീസ് ആണ്, നമ്പർ സീരീസ് ആണ്. പൊതുവേ നമ്മൾ പറയാറുള്ള കാര്യമാണ്, നമ്പർ സീരീസിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് എളുപ്പമുള്ള ഒരു സീരീസ് ആയിരുന്നു കേട്ടോ, ഇത് എളുപ്പമുള്ള സീരീസ് ആയിരുന്നു. നമുക്കിപ്പോൾ ഒരുപാട് ഡിഫറൻസ് വരാത്തത് കൊണ്ടും ഒരുപാട് വലിയ വലിയ നമ്പറായിട്ട് പോകാത്തത് കൊണ്ട് തന്നെ ഡിഫറൻസ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരു ഐഡിയ കിട്ടും. ഇവിടെ ഇപ്പോൾ 99, 123 നമ്മൾ ഡിഫറൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് 24 എന്നാണ്. ഓക്കെ, 23യും 150 എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിഫറൻസ് വരുന്നത് 27 എന്നാണ് വരുന്നത്. അതുപോലെ 150 180 എടുത്തു കഴിഞ്ഞാൽ 30 ആണ് ഡിഫറൻസ് വരുന്നത്. 118 213 വരുവാണെങ്കിൽ നമുക്ക് 33 എന്നാണ് വരുന്നത്. അപ്പോൾ ഈ നമ്പേഴ്സ് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഒരു 3 കൂടി പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് വീണ്ടും ഒരു 3 കൂടി പോയിട്ടുണ്ട്, ഇവിടെ നിന്ന് വീണ്ടും ഒരു 3 കൂടി പോയിട്ടുണ്ട്. അങ്ങനെ 3 കൂടി പോകുന്ന നമ്പേഴ്സാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 3 കൂടി നമ്പർ എന്ന് വെച്ചാൽ 36 ആണ് അല്ലേ. അപ്പോൾ 213ൻ്റെ കൂടെ നമ്മൾ ഇങ്ങനെ ഒരു 36 പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 249 എന്ന് വരും അല്ലേ. 249 നമ്മുടെ ആൻസർ എന്തായിരിക്കും? 249 ആയിരിക്കും. സിമ്പിൾ ലോജിക്കാണ്, നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൽ തന്നെ കുറച്ച് ലെവലുള്ള ലോജിക്ക് ചോദിക്കുന്നത്. ഇപ്പം ചുമ്മാ അഡീഷൻ മാത്രമാണ്. ഇതിന് അഡീഷനും എന്താണ് മൾട്ടിപ്ലിക്കേഷനിൽ ചേർന്ന് വരാം, അഡീഷൻ ഡിവിഷനിൽ ചേർന്ന് വരാം, അല്ലെങ്കിൽ സ്ക്വയറും അഡീഷനിൽ ചേർന്ന് വരാം. അങ്ങനത്തെ പാറ്റേണൊക്കെ വരുമ്പോഴാണ് നമുക്ക് സമയം എടുക്കുക എപ്പോഴും കേട്ടോ. പാറ്റേൺസ് ഒരുപാട് കണ്ടിരിക്കണം എങ്കിലേ യൂസ് ഉള്ളൂ. ഇതിപ്പോൾ ഓഡ് നോട്ടിൻ്റെ ക്വസ്റ്റൻ ആണ്. നമ്മൾ നേരത്തെ എന്താ പറയുക അനലോഗിയുടെ ഒരു മോഡൽ ക്വസ്റ്റൻ ഇതുപോലെ വന്നെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ വരുന്നൊരു ഓഡ് നോട്ടിൻ്റെ ക്വസ്റ്റൻ ആണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എല്ലാ ക്വസ്റ്റിനും പറഞ്ഞാൽ ഈ 30 നമ്മൾ 1 3 ആയിട്ട് കൺസിഡർ ചെയ്തില്ല, 30 ഒരു 8 നമ്പറായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തോണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് 4 പേരിൽ ഇപ്പം നമ്പർ നോർമലി നമ്പറിൻ്റെ ഓർഡർ ഉണ്ട് വരുമ്പോൾ ഇങ്ങനെ വരട്ടെ, ഒരു പെയർ ഓഫ് നമ്പേഴ്സ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വരുന്ന പെയറിനകത്ത് നമുക്ക് എന്താ പറയുക ഏതൊക്കെ 3 പെയറുകൾക്ക് ഒരേ ലോജിക്കായിരിക്കും, ഒരേ ലോജിക്കലായിരിക്കും ആ 3 നമ്പേഴ്സ് 3 പെയർ ഓഫ് നമ്പേഴ്സിൻ്റെ റിലേഷൻ വരിക. ഒരാൾ മാത്രം ഡിഫറൻ്റ് ആയിരിക്കും, അയാളൊന്ന് കണ്ടുപിടിക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ലോജിക്ക് നിങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. നമ്പേഴ്സൊക്കെ വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക എങ്ങനെ. ഇപ്പോൾ 15 48 നമ്മുടെ റിലേഷൻ നമ്മൾ നോക്കുക, ആലോചിച്ച് നോക്കുക. 12 39 അതേ റിലേഷൻ വരുന്നുണ്ടോ, അതോ ഡിഫറൻ്റ് ആയ റിലേഷൻ ആണോ? 13 42 12 49 39 റിലേഷൻ ആണോ, 15 42 റിലേഷൻ ആണോ? ഇങ്ങനെ നമ്മൾ ചെയ്യാണോ ആലോചിച്ച് നോക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഓർഡിനേറ്റ് വരുന്നത് ഫോർത്ത് ഓപ്ഷൻ ആട്ടോ, ഫോർത്ത് ഓപ്ഷനാണ്. ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 15 × 3 അല്ലേ 45 അല്ലേ, 15 × 3 45 അല്ലേ. അതിലൂടെ 3 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 48 എന്ന് കിട്ടും അല്ല. ഇവിടെ നമുക്ക് 12 × 3 എത്രയാ? 36 അല്ലേ. പ്ലസ് 3 എത്ര വരുന്നത്? 39 അല്ലേ. 13 × 3 39 അല്ലേ. പ്ലസ് 3 എടുക്കുമ്പോൾ നമുക്ക് എത്ര വരുന്നുണ്ട്? 42 വരുന്നില്ലേ. കണ്ടോ? അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ്? × 3 + 3 പാറ്റേണിലാണ് എന്ത് ചെയ്യുന്നത്? ഈ 3ലും പോയിരിക്കുന്നത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് 11 × 3 നമ്മൾ എടുക്കുന്ന സമയത്ത് 33 വരുന്നുണ്ട്. പക്ഷെ +2 ആണെന്ന് പറയുന്നത് 35 എന്ന് പറയുന്നത്. സെയിം ലോജിക്കലല്ല അത് വന്നിരിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കാണെന്ന്. അപ്പോൾ അതായിരിക്കും ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് കേട്ടോ. നമ്പർ പേയേഴ്സ് ആയിട്ടായിരിക്കും വരിക. ചിലപ്പോൾ 3 നമ്പർ പേയേഴ്സ് എന്ന് വരാറുണ്ട്. നമ്മൾ നേരത്തെ അനലോഗിയുടെ കേസിൽ പറഞ്ഞ പോലെ തന്നെ 3 നമ്പർ പെയറായിട്ട് നമുക്ക് ഇതുവരെ തന്നിട്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാറുണ്ട് പലപ്പോഴും. കാരണം നമ്പറിൻ്റെ കേസിൽ ഓഡ് വൺ ഔട്ടിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ സിംഗിൾ നമ്പർ വരുമ്പോഴത്തേക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ കൂടുതലും പെയർ ഓഫ് നമ്പേഴ്സ് നമുക്ക് തരുന്നത്. അടുത്തത് നമ്മൾ കണ്ട മറ്റൊരു ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ്? പേപ്പർ ഫോൾഡിങ് എന്ന് പറയുന്ന ടോപ്പിക്. പേപ്പർ ഫോൾഡിങ് അല്ല, പേപ്പർ കട്ടിംഗ് ആണ്. ഇത് പേപ്പർ കട്ടിംഗ് ആണ്. നമ്മൾ പേപ്പർ ഫോൾഡിങ് മറ്റൊരു ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞ ഷിഫ്റ്റിൽ നമ്മൾ കണ്ടില്ല. കഴിഞ്ഞ ഷിഫ്റ്റിൻ്റെ ക്വസ്റ്റൻ നമ്മൾ നോക്കിയപ്പോൾ പേപ്പർ കട്ടിങ്ങിൻ്റെ ക്വസ്റ്റൻ ഇല്ലായിരുന്നു. അവിടെ ഫിഗർ സീരീസിൻ്റെ ക്വസ്റ്റൻ നമ്മൾ കണ്ടത് അല്ലേ. ഇത് പേപ്പർ കട്ടിങ്ങിൻ്റെ ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പേപ്പർ കട്ടിംഗ് എന്ന് പറയുന്നതല്ല, നമ്മളൊരു പേപ്പറിനെ പല രീതിയിൽ ഫോൾഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഫൈനലി നമ്മളൊരു കട്ട് കൊടുക്കും. ഓക്കെ, ഇതുപോലെ ഹോൾസ് പഞ്ച് ചെയ്യും. എന്നിട്ട് അതിനെ നമ്മൾ എന്താണ് അൺഫോൾഡ് ചെയ്ത് പഴയ ഫോമിലേക്ക്, പഴയ ഫുൾ ഷീറ്റായിട്ട് മാറ്റുന്ന സമയത്ത് നമ്മൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, ഇതിലേതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. നിങ്ങൾ ഇപ്പം വേറെ ഒന്നുമില്ല, നമ്മളിപ്പം ഓരോ എന്താണ് ഫോൾഡായിട്ട് അൺഫോൾഡ് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. ഞാനിപ്പോൾ ഇതിനെ ഫോൾഡ് ചെയ്ത് ഫൈനലി ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ താഴേക്കല്ലേ. അപ്പോൾ ഇതിനെ ഞാൻ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും ഇവിടെ വരിക. പ്രത്യേകിച്ച് ഈ മിറർ ഇമേജ് ഫിഗേഴ്സ് നിങ്ങൾ നോക്കി. ഇപ്പോൾ ഈ ഫിഗേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് വലിയ പ്രശ്നമില്ലെങ്കിലും അതിന് മിറർ ഇമേജ് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണോ അതിൻ്റെ മിറർ, ഇത് മോളിൽ പോകുന്ന സമയത്ത് ഇതിൻ്റെ മിറർ ഇമേജ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക അല്ലേ. ഇത് വരുമ്പോൾ ഇതാ ഇങ്ങനെ വരും, ഇങ്ങനെ ആയിരിക്കും ആ മിറർ ഇമേജ് വരിക. ഇനി നമ്മൾ ഇതിനെ ഫൈനലി അൺഫോൾഡ് ചെയ്യുന്ന സമയം ഇത്രയും പോർഷൻ നമ്മൾ അൺഫോൾഡ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ മൊത്തത്തിൽ എന്തുണ്ടോ അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും അവിടെ വരിക. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇതിങ്ങനെ കംപ്ലീറ്റ് ആവും, ഇതിവിടെ വരും, ഇവിടെ ഇത് വരും, അതുപോലെ ഇത് കംപ്ലീറ്റ് ആവും, അതുപോലെ ഇതിങ്ങനെ കംപ്ലീറ്റ് ആവും. ഇങ്ങനെ ആയിരിക്കും വരിക. ഇതായിരിക്കും നമ്മുടെ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഔട്ട് നോക്കി മനസ്സിലാക്കി എടുത്താൽ മതി. ഇവിടെ വരുന്നത് ഏതായിരിക്കും?
ഓപ്ഷൻ 4 ആയിരിക്കും ആൻസർ വരിക. നമുക്ക് 4 ഈ സാധനങ്ങളെല്ലാം 4 ഒരുപോലെ വരുന്നുണ്ട്. ഇവിടെ ചെറിയ ചെറിയ ബ്രേക്ക് വരുന്നുണ്ട്. ഇത് രണ്ട് നമുക്ക് ആദ്യമേ ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, കാരണം അത് ചേർന്നായിരിക്കുന്നത് അല്ലേ. ആ ഒരു ലൈൻ നിങ്ങൾ നോക്കിയാൽ കറക്റ്റ് സെൻറ്ററിലൂടെ, അപ്പോൾ ഇങ്ങനെ ചേർന്നേ വരത്തുള്ളൂ ആ ഒരു ബോക്സ്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ നമുക്ക് ഓരോ ഫോൾഡ് അൺഫോൾഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് ആ ഒരു ഫുൾ ഫിഗർ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഓപ്ഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് പേപ്പർ കട്ടിങ് എന്ന് പറഞ്ഞത്. പേപ്പർ കട്ടിങ്ങിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. പേപ്പർ കട്ടിങ്ങിന് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നോർമലി നമ്മൾ എപ്പോഴും കാണുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ്റെ ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ഉദ്ദേശിച്ചിരിക്കുന്ന ജസ്റ്റ് സൈൻ ഇൻ്റർചേഞ്ച് ആണ്. വാട്ട് വിൽ ബി കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോവിങ് ഇക്വേഷൻ ഇഫ് പ്ലസ് ആൻഡ് മൈനസ് ആർ ഇന്റർചേഞ്ച്ഡ്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആർ ഇന്റർചേഞ്ച്ഡ്. ജസ്റ്റ് മാറ്റി എഴുതാം. ഇപ്പോൾ 1604 ഡിവൈഡഡ് ബൈ 4 പ്ലസ് 525 ഇൻറ്റു 5 മൈനസ് 73. ഓക്കെ, ഇതൊന്ന് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ വരുന്ന സമയത്ത് 4 പ്രാവശ്യം 01 മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് 2625 മൈനസ് 73. ഓക്കെ, അപ്പോൾ 6 2 3 3026 വരും അല്ല. 3026 മൈനസ് 73 എന്ന് വരുന്നുണ്ട്. അപ്പോൾ 3023 വരും. പിന്നെ 70 പോകണം, അപ്പം 20 പോവും. 303 പിന്നെ 50 പോകുമ്പോഴത്തേക്കും 2953 വരും അല്ലേ. 2953. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ 2953 ആയിരിക്കും ആൻസർ വരിക. കറക്റ്റാണ്. ഓക്കെ, 2953. അപ്പോൾ കാൽക്കുലേഷൻ കുറച്ച് സ്പീഡപ്പ് ആക്കി എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമ്മൾ കുറച്ച് സ്പീഡപ്പ് ആക്കി എടുക്കുക കാൽക്കുലേഷനൊക്കെ. ബോർഡ് മാസ് റൂളാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങൾ നോക്കി മനസ്സിലായി, ഞാൻ ആദ്യം ഡിവിഷൻ ചെയ്യും പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. ഇത് രണ്ടും ചെയ്തതിന് ശേഷം മാത്രമേ അഡിഷൻ സബ്ട്രാക്ഷനിലേക്ക് പോകത്തുള്ളൂ. അതെപ്പോഴും ശ്രദ്ധിച്ചോണം. ആദ്യമേ കയറി അഡീഷനൊന്നും കാര്യങ്ങളൊന്നും ചെയ്തളായിരുന്നു. ഓക്കെ, ഒരു ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ലെറ്റർ സീരീസിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ടേബിൾ യൂസ് ചെയ്തോണം ചെയ്യാനായിട്ട്. പെട്ടെന്ന് പിടിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്ന സീരീസ്, ഒരുപാട് ഡിഫിക്കൽട്ട് ലോജിക് ഒന്നും കണ്ടില്ല എക്സാമിൽ ആ ഷിഫ്റ്റിൽ. ഈ ഷിഫ്റ്റിൽ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ ബിയും ഡിയും നോക്കുകയാണെങ്കിൽ ബി കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് ഡി വരുന്നത്, +2 ആണ്. ഇവിടുത്തെ നെക്സ്റ്റ് അറിയത്തില്ല. പക്ഷേ എച്ചും ജെയും നിങ്ങൾ നോക്കുകയാണെങ്കിൽ എച്ച് കഴിഞ്ഞിട്ട് +2 ആണ്. അപ്പോൾ ഉറപ്പായിട്ടും +2 ആയിരിക്കും വരാൻ ചാൻസ് കൂടുതൽ. നോക്കാം. അടുത്ത വിയും ടിയും നോക്കുന്ന സമയത്ത് വിയും ടി നോക്കുമ്പോഴത്തേക്ക് 2 ലെറ്റർ പുറകിലോട്ടാണ്, -2 ആണ്. ഓക്കെ, അതുപോലെ പിയും എന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ -2 ആണ്. അപ്പോൾ സെക്കൻഡ് ലെറ്റേഴ്സ് -2 ആണ് പോയിരിക്കുന്നത്. ടിയും വിയും നോക്കുമ്പോൾ ടിയും വിയും +2 ആണ്. അതുപോലെ ഇവിടെ വരുന്ന സമയത്ത് ഇസഡും ബി ആണ്, അതും +2 തന്നെയാണ്. അടുത്ത ഒയും എമ്മും നോക്കുകയാണെങ്കിൽ -2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഐയും ജിയും നോക്കുമ്പോൾ -2 ആണ്. അപ്പം ആദ്യത്തെ ലെറ്റേഴ്സ് +2 -2 +2 -2 ആ പാറ്റേണിലാണ് പോരുന്നത്. അപ്പം ഡി കഴിഞ്ഞ് +2 വരുന്ന സമയത്ത് ഡി കഴിഞ്ഞ് +2 അപ്പോൾ എഫ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 2 ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ടിക്ക് -2, ടിക്ക് -2 അപ്പോൾ 6 വരണം. ഓക്കെ, 6 വരുന്ന ഓപ്ഷൻ ബോത്ത് 4 കഴിഞ്ഞു, ആൻസർ കഴിഞ്ഞു. ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ തന്നെ നമുക്ക് ആൻസറിലോട്ട് ആയി കഴിഞ്ഞു. നമ്മൾ ലെറ്റർ സീരീസ് നമുക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ് കേട്ടോ. നമുക്ക് നമ്പർ സീരീസ് ആണ് പലപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കാറ്. ലെറ്റർ സീരീസ് നമുക്ക് ടേബിൾ നോക്കി പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, ലെറ്റർ നമ്പർ കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. ഈ ലെറ്റർ നമ്പർ കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ചിലപ്പോൾ ഈ നമ്പേഴ്സിന് സെപ്പറേറ്റ് ആയിട്ടൊരു ലോജിക്കും ലെറ്റേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് ലോജിക്കും ആയിരിക്കും. അല്ലെങ്കിൽ ഈ ലെറ്റേഴ്സ് നമ്പറുമായിട്ട് റിലേഷനും ഉണ്ടാവാറുണ്ട് ചില സമയത്ത്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്പേഴ്സിന് സെപ്പറേറ്റ് ലോജിക്ക് കേട്ടോ. നമ്പേഴ്സിന് സെപ്പറേറ്റ്. കാരണം 39 35 -4 അല്ലേ. 35 31 -4 ആണ്. 31 27 -4 തന്നെയാണ്. അപ്പോൾ 27 -4 എടുക്കണം അല്ലേ. എന്ത് വരും? 23 വരും. 23 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇതേനായിരിക്കും നമ്മുടെ ആൻസർ. ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. എങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാണ്. ഇപ്പോൾ വിയും ടിയും നോക്കുവാണെങ്കിൽ ഒരു -2 ആണ്. -2 ആണ്. ഒയും എമ്മും നോക്കുവാണെങ്കിൽ -2 ആണ്. ഓക്കെ, അതുപോലെ ടിയും ആറും നോക്കുവാണെങ്കിൽ -2 ആണ്. ആറും പിയും നോക്കിയാലും -2 ആണ്. അപ്പോൾ പിന്ന് -2 എടുക്കുന്ന സമയത്ത് എൻ ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ, എന്നാണോ വന്നിരിക്കുന്നത്. അതുപോലെ എം എന്ന് -2 കെ എന്ന് -2 ഐ എന്ന് -2 ആകുമ്പോൾ ജി NG23 തന്നെയാണ് വരുന്നത് കേട്ടോ. അത് നമുക്ക് എലിമിനേഷൻ ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള നോക്കേണ്ട ആവശ്യമില്ല. നമ്പേഴ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ നമ്പർ വെച്ച് തന്നെ ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ 25 ക്വസ്റ്റ്യനും എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ അങ്ങനെ സിമ്പിൾ ലോജിക്കൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ലോജിക്കുകളാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളതും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾ മാക്സിമം മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കഴിഞ്ഞ
വർഷം ഇപ്പം നമുക്കിപ്പം ഇതുപോലെ PYQ നമുക്ക് എടുത്തു വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, PYQന്റെ ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായ ഒരാൾക്ക്, നല്ല എക്സ്പേർട്ട് ആയ ഒരാൾക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യം വരില്ല, അവർ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്താലും മതിയായിരിക്കും. പക്ഷേ അല്ലാതെ വരുന്ന ഒരാൾക്ക് എന്താണ് ഈ ഒരു എക്സ്പ്ലനേഷൻ യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എല്ലാ ഷിഫ്റ്റിലും ചോദിച്ച കഴിഞ്ഞ CGL-ൽ നമുക്ക് വരുന്ന CGL-നും ഒരു മിനിമം ഒരു 4 മാസം മുന്നേ നമുക്ക് എന്താണ് കഴിഞ്ഞ ഷിഫ്റ്റിൽ, അതായത് ഒരു 2 മാസത്തിനകത്ത് തന്നെ നമുക്ക് എന്താണ് എല്ലാ ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ആ 2 മാസം കൊണ്ട് തന്നെ നമുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു, ഏതൊക്കെ ലോജിക്കൽ ചോദിച്ചു, ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഏതെങ്കിലും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഏതൊക്കെയാണ് എന്നൊക്കെ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും പഠിക്കുക, നല്ലപോലെ പെർഫോം ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.